ഇന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരത്തിന് നേരെ പോലീസ് വെടിയുതിർത്തപ്പോൾ കൂത്തുപറമ്പിൽ പൊലിഞ്ഞത് 5 യുവാക്കളുടെ ജീവനുകളാണ്. കച്ചവടത്തിനെതിരായ പോരാട്ടത്തിൽ വെടിയേറ്റ് 5 ജീവനുകൾ പൊലിഞ്ഞ ദിനം. നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. ചരിത്രം ചോരയിൽ അടയാളപ്പെടുത്തിയ ഈ ദിനത്തിൽ നാടെങ്ങും വീണ്ടും രക്തസാക്ഷി സ്മരണ പുതുക്കുകയാണ്. 1994 നവംബർ 25-ന് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനെത്തിയ യുവാക്കൾക്കു നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. റോഷനും ബാബുവും ഷിബുലാലും രാജീവനും മധുവും കൂത്തുപറമ്പിന്റെ മണ്ണിൽ വെടിയേറ്റ് പിടഞ്ഞു വീണു മരിച്ചു. വെടിയേറ്റ പുഷ്പൻ 22 വർഷമായി ജീവിക്കുന്ന രക്തസാക്ഷിയായി മേനപ്രയിലെ വീട്ടിൽ കഴിയുകയാണ്. രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി 18 കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ അനുസ്മരണ റാലികൾ നടക്കുക. കൂത്തുപറമ്പിൽ നടക്കുന്ന രക്തസാക്ഷി അനുസ്മരണം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി KK ശൈലജ, CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്, പ്രസിഡന്റ് AN ഷംസീർ എന്നിവർ സംസാരിക്കും. സഖാക്കൾ വെടിയേറ്റ് വീണ സ്ഥലത്തുനിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും. തൊക്കിലങ്ങാടി കേന്ദ്രീകരിച്ച് വൈറ്റ് വളണ്ടിയർ മാർച്ചും പ്രകടനവും ഉണ്ടാവും. പിണറായി കൂത്തുപറമ്പ് ബ്ലോക്കുകളിൽ നിന്നുള്ളവരാണ് കൂത്തുപറമ്പിലെ പരിപാടിയിൽ പങ്കെടുക്കുക. മധുവിന്റെ ജന്മനാടായ തലശ്ശേരി കല്ലിൽത്താഴെ KK രാഗേഷ് MP-യും ബാബുവിന്റെ ജന്മനാടായ കുണ്ടുചിറയിൽ G സുധാകരനും റാലി ഉദ്ഘാടനം ചെയ്യും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.